നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിന്റെ മകൾ വിസ്മയ വെള്ളിത്തിരയിലേക്ക് ചൂടുവയ്ക്കാൻ ഒരുങ്ങുകയാണല്ലോ. സ്വാഭാവികമായും സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ടുള്ള തകൃതിയായ PR വർക്ക് ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷേ പലയിടത്തും വിസ്മയുടെ ഒരു ഓവർ എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ശരീരഭാഷയിലും സംസാരത്തിലും ഒക്കെയുള്ള ആ ഒരു പ്രകടനം കാണുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും. മുമ്പ് ഒരു സുപ്രധാനമായ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയ ആളാണോ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു അഭിപ്രായം പറയാനുള്ള പക്വതയൊന്നും അവർക്കായിട്ടില്ല എന്ന് ഈ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ പലർക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തിനായിരുന്നു അന്ന് ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് അവർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? അവിടെയാണ് PR വർക്കിന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അന്ന് വിസ്മയ ആ സമരത്തെ പിന്തുണച്ചില്ലായിരുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഈ അതിരുകടന്ന ആവേശവും പ്രകടനവും ഒക്കെ കാണുമ്പോൾ എന്താകുമായിരുന്നു അവസ്ഥ? കമ്മിയും കൊങ്ങിയും സുഡാപ്പിയും തുടങ്ങി സൈബർ ഇടത്തെ 80% വരുന്ന ആളുകൾ അവരെ ഏറിൽ കയറ്റി പൊങ്കാലയിട്ടേനെ. ഇതിപ്പോൾ ആ ബാക്കി വരുന്ന 20% സംഖ്യകൾ മാത്രമാണ് അവർക്ക് പൊങ്കാല ഇടുന്നത്. അതായത് ഏതൊരു പരിഗണനയും കൊടുക്കാതെ വല്ലാതെ ട്രോളി കൊന്നേനെ. പക്ഷേ ആ ഒരു ഒറ്റ സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ എന്തായി? അന്ന് ആ ഒരു സമരത്തെ അനുകൂലിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ വിസ്മയെ ട്രോളാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിശബ്ദരാണ്. ഇപ്പോൾ എതിർക്കാനുള്ളത് വെറും 20% വരുന്ന സംഖ്യകൾ മാത്രമാണ്. അതായത് 80% പേരുടെ കയ്യിൽ നിന്ന് ഏറിൽ പോകുന്നതാണോ അതോ വെറും 20% പേരുടെ ട്രോൾ മാത്രം ഏറ്റുവാങ്ങുന്നതാണോ നല്ലത്? ആ ഒരു ഘട്ടത്തിൽ അവർ എടുത്ത തീരുമാനം വളരെയധികം കൃത്യമായിരുന്നു. 20% മതി. അന്ന് ആ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയില്ലായിരുന്നു എങ്കിൽ ഇന്ന് വിസ്മയ സൈബർ ഇടങ്ങളിൽ ശരിക്കും വിസ്മയമായി മാറിപ്പോയേനെ. അതിൽ നിന്നൊക്കെ എന്തായാലും അവർ രക്ഷപ്പെട്ടു. അതാണ് യഥാർത്ഥ ബുദ്ധി.